നെക്സ്റ്റ് ടോപ്പിക്ക് ഏരിയാസ് ഇൻ പോളാർ കോർഡിനേറ്റ്സ്. ഒരു പോളാർ ഇക്വേഷൻ്റെ ഗ്രാഫ് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് ഇനി പറയാൻ പോകുന്നത്. ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ ആൽഫ കോമ ബീറ്റ. സോ ക്ലോസ്ഡ് ഇൻ്റർവൽ ആൽഫ കോമ ബീറ്റയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് എഫ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ ഇൻ്റർവെലിൻ്റെ ലെങ്ത്ത് <2π ആയിരിക്കണം. അതായത് 0 < b മൈനസ് ആൽഫ <2π. Then the area A of the region bounded by the graph of r equal to f of theta, theta equal to alpha and theta equal to beta is given by A equal to integral alpha to beta 1/2 into f of theta square d theta, which is equal to integral alpha to beta 1/2 r square d theta. So r equal to f of theta എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫും തീറ്റ ഈക്വൽ ടു ആൽഫ എന്നുള്ള ലൈനും അതുപോലെ തീറ്റ ഈക്വൽ ടു ബീറ്റ എന്നുള്ള ലൈനും കൂടി ബൗണ്ട് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ 1/2 r സ്ക്വയർ ഡി തീറ്റ. ഇവിടെയുള്ള കണ്ടീഷൻ എഫ് എന്നുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവൽ ആൽഫ കോമ ബീറ്റയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദി ലെംനിസ്കേറ്റ് ആർ സ്ക്വയർ ഈക്വൽ ടു 4 cos 2 തീറ്റ. നമ്മൾ ഓൾറെഡി ലെംനിസ്കേറ്റ് സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് 2 ലൂപ്സ് ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു പോളാർ ആക്സിസും സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി ലൈൻ തീറ്റ ഈക്വൽ ടു π/2 ആണ്. സോ നമുക്കിതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ ഒരു പോർഷൻ തീറ്റ ഈക്വൽ ടു 0 തൊട്ട് തീറ്റ ഈക്വൽ ടു π/4 വരെയുള്ള തീറ്റയുടെ വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അതായത് റൈറ്റ് സൈഡിലുള്ള ലൂപ്പിൻ്റെ അപ്പർ പോർഷൻ പോളാർ ആക്സിസിൻ്റെ മുകളിലുള്ള പോർഷനാണത്. നമ്മൾ ഓൾറെഡി ലെംനിസ്കേറ്റ് സ്കെച്ച് ചെയ്യുമ്പോൾ തീറ്റയുടെ വേരിയേഷൻസ് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആ ഒരു പോർഷൻ്റെ ഏരിയ കണ്ടിട്ട് × 4 ആണ് ഇവിടെ ചെയ്യുന്നത്. സോ റിക്വയർഡ് ഏരിയ ഈക്വൽ ടു 4 × integral 0 to π/4 1/2 r സ്ക്വയർ ഡി തീറ്റ. ഇവിടെ ആർ സ്ക്വയർ എന്നുള്ളത് 4 cos 2 തീറ്റ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ 4നായിട്ട് ക്യാൻസൽ ചെയ്തിട്ട് അവിടെ 2 ആയിരിക്കും. 2 × integral 0 to π/4 4 cos 2 തീറ്റ ഡി തീറ്റ. ദെൻ 4 ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കാം, സോ 8 ആവും. അതുപോലെ തന്നെ cos 2 തീറ്റയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് sin 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. സോ അതിൻ്റെ ഇൻ്റഗ്രലിൽ നമുക്കത് യൂസ് ചെയ്യാം. സോ 8/2 × sin 2 തീറ്റ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 4 × sin π/2 മൈനസ് sin 0. sin π/2 എന്നുള്ളത് 1 ആണ്, sin 0 0 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4. സോ ഗിവൻ ലെംനിസ്കേറ്റ് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയ ഈക്വൽ ടു 4 യൂണിറ്റ് സ്ക്വയർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി കാർഡിയോയിഡ് ആർ ഈക്വൽ ടു 1 + cos തീറ്റ. നമ്മൾ കാർഡിയോയിഡ് ഓൾറെഡി സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഷെയ്ഡഡ് റീജിയൻ ആണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ. ഇവിടെ അപ്പർ പോർഷൻ്റെ ഏരിയ കണ്ടിട്ട് × 2 ചെയ്താൽ മതി. അപ്പർ പോർഷൻ വരുന്നത് തീറ്റ ഈക്വൽ ടു 0 തൊട്ട് തീറ്റ ഈക്വൽ ടു π വരെയുള്ള കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. സോ ആ ഒരു പോർഷൻ്റെ ഏരിയ കണ്ടിട്ട് × 2 ആണ് ചെയ്യുന്നത്. സോ റിക്വയർഡ് ഏരിയ എ ഈക്വൽ ടു 2 × integral 0 to π 1/2 r സ്ക്വയർ ഡി തീറ്റ. ആർ സ്ക്വയർ എന്നുള്ളത് 1 + cos തീറ്റ ഹോൾ സ്ക്വയർ. സോ 1/2 ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു integral 0 to π 1 + cos തീറ്റ ഹോൾ സ്ക്വയർ ഡി തീറ്റ. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു integral 0 to π 1 + 2 cos തീറ്റ + cos സ്ക്വയർ തീറ്റ ഡി തീറ്റ. ദെൻ cos സ്ക്വയർ തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പകരം 1 + cos 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വിച്ച് ഈസ് ഈക്വൽ ടു integral 0 to π 1 + 2 cos തീറ്റ + 1 + cos 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ഡി തീറ്റ. ദെൻ 1 + 1/2 എന്നുള്ളത് 3/2 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു integral 0 to π 3/2 + 2 cos തീറ്റ + 1/2 cos 2 തീറ്റ ഡി തീറ്റ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3/2 തീറ്റ + 2 sin തീറ്റ + 1/4 sin 2 തീറ്റ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 3/2 π + 2 sin π + 1/4 sin 2π മൈനസ് 0 + 2 sin 0 + 1/4 sin 0. sin π എന്നുള്ളതും sin 2π എന്നുള്ളതും sin 0 എന്നുള്ളതും 0 ആയതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 3/2 π. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഏരിയ ഇൻസൈഡ് ദി സ്മോളർ ലൂപ്പ് ഓഫ് ദി ലിമാക്കോൺ ആർ ഈക്വൽ ടു 1 + 2 cos തീറ്റ. നമ്മൾ ആർ ഈക്വൽ ടു 1 + 2 cos തീറ്റ എന്നുള്ള പോളാർ ഇക്വേഷൻ്റെ ഗ്രാഫ് സ്കെച്ച് ചെയ്തിട്ടില്ല. സോ നമുക്ക് ആദ്യം അത് സ്കെച്ച് ചെയ്യാം. നമുക്ക് ആദ്യം സിമ്മട്രീസ് ചെക്ക് ചെയ്ത് നോക്കാം. എഫ് ഓഫ് തീറ്റ എന്നുള്ളത് 1 + 2 cos തീറ്റ. സോ എഫ് ഓഫ് മൈനസ് തീറ്റ എന്നുള്ളത് 1 + 2 cos മൈനസ് തീറ്റ. cos മൈനസ് തീറ്റ എന്നുള്ളത് cos തീറ്റ ആയതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു
1 plus 2 cos theta which is equal to f of theta. So the graph of r equal to f of theta is symmetric with respect to the polar axis. So നമുക്ക് 0 തൊട്ട് പൈ വരെയുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ പോർഷൻ പ്ലോട്ട് ചെയ്താൽ മതി. ദെൻ സിമ്മട്രി യൂസ് ചെയ്തിട്ട് ബാക്കി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ 0 തൊട്ട് പൈ വരെയുള്ള കുറച്ച് വാല്യൂസ് പ്ലോട്ട് ചെയ്യുന്നു. തീറ്റ ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആറിൻ്റെ വാല്യൂ വരുന്നത് 1 plus 2 cos 0. സോ 1 plus 2 which is equal to 3. അതുപോലെ തീറ്റ ഈക്വൽ ടു പൈ ബൈ 6ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 plus 2 root 3 by 2. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1 plus root 3. തീറ്റ ഈക്വൽ ടു പൈ ബൈ 4ന് കറസ്പോണ്ടിങ് ആയിട്ട് ആർ ഈക്വൽ ടു 1 plus root 2. തീറ്റ ഈക്വൽ ടു പൈ ബൈ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആർ ഈക്വൽ ടു 1 plus 2 into 1 by 2 which is equal to 2. തീറ്റ ഈക്വൽ ടു പൈ ബൈ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ആർ ഈക്വൽ ടു 1 plus 2 cos pi by 2. സോ 1 plus 0 which is equal to 1. ദെൻ തീറ്റ ഈക്വൽ ടു 2 pi by 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 plus 2 cos 2 pi by 3. cos 2 pi by 3 എന്നുള്ളത് -1/2 ആയതുകൊണ്ട് which is equal to 1 minus 2 into 1 by 2 which is equal to 0. ദെൻ 3 pi by 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 plus 2 into cos 3 pi by 4. cos 3 pi by 4 എന്നുള്ളത് -1/√2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ which is equal to 1 minus √2. സിമിലർലി തീറ്റ ഈക്വൽ ടു 5 pi by 6ന് കറസ്പോണ്ടിങ് ആയിട്ട് ആറിൻ്റെ വാല്യൂ 1 minus √3. തീറ്റ ഈക്വൽ ടു പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആർ ഈക്വൽ ടു 1 plus 2 cos pi. cos pi എന്നുള്ളത് -1. സോ 1 minus 2 which is equal to -1. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. തീറ്റ ഈക്വൽ ടു 2 pi by 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ് പോളിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതായത് തീറ്റ ഈക്വൽ ടു 2 pi by 3ക്ക് ശേഷമുള്ള തീറ്റ വാല്യൂസിന് ആറിൻ്റെ വാല്യൂസ് നെഗറ്റീവാണ്. പൈയിൽ അതിൻ്റെ വാല്യൂ വരുന്നത് -1 ആണ്. സോ അതെല്ലാം യൂസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ. നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂസ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പ്ലോട്ട് ചെയ്യുന്നു. തീറ്റ ഈക്വൽ ടു 2 pi by 3യിൽ എത്തുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആണ്. സോ പോളിലൂടെ പാസ് ചെയ്യുന്നു. അതിനുശേഷം തീറ്റയുടെ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് വാല്യൂസ് ആണ് ആറിന്. സോ കറസ്പോണ്ടിങ് തീറ്റ ലൈനിൻ്റെ തീറ്റ ഈക്വൽ ടു തീറ്റ നോട്ട് എന്നുള്ള ലൈനിൻ്റെ ടെർമിനൽ സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഡയറക്ഷനിലാണ് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യേണ്ടത്. സോ അങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഒരു പോർഷൻ കിട്ടും. അതായത് തീറ്റ ഈക്വൽ ടു 0യിൽ സ്റ്റാർട്ട് ചെയ്ത് തീറ്റ ഈക്വൽ ടു 2 pi by 3യിൽ എത്തുമ്പോൾ പോളിലൂടെ പാസ് ചെയ്യുന്നു. അതിനുശേഷം പോളാർ ആക്സിസിൻ്റെ താഴെയുള്ള പോർഷനാണ്. അതായത് തീറ്റ ഈക്വൽ ടു 2 pi by 3ക്ക് ശേഷം പൈ വരെയുള്ള വാല്യൂസിനെ പോളാർ ആക്സിസിൻ്റെ താഴെയാണ് ആ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ്. സോ അത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു പോർഷൻ കിട്ടും. ദെൻ സിമ്മട്രി യൂസ് ചെയ്ത് നമുക്കതിൻ്റെ ബാക്കി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. സോ അതിനൊരു സ്മോളർ ലൂപ്പുണ്ട്. നമുക്ക് ആ ലൂപ്പിൻ്റെ ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിന് വേണ്ടി അതിൻ്റെ ലോവർ പോർഷൻ അതായത് പോളാർ ആക്സിസിൻ്റെ താഴെയുള്ള പോർഷൻ്റെ ഏരിയ കണ്ടിട്ട് ഇൻറ്റു 2 ആണ് ചെയ്യുന്നത്. ആ ഒരു പോർഷൻ നമുക്ക് തീറ്റ ഈക്വൽ ടു 2 pi by 3 തൊട്ട് തീറ്റ ഈക്വൽ ടു പൈ വരെയുള്ള വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിൻ്റെ പോർഷനാണ്. സോ ആൽഫ കോമ ബീറ്റ എന്നുള്ളത് 2 pi by 3 കോമ പൈ എന്ന് ചൂസ് ചെയ്യുന്നു. ദെൻ ആ ഒരു പോർഷൻ്റെ ഏരിയ കണ്ടിട്ട് ഇൻറ്റു 2 ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ റിക്വയർഡ് ഏരിയ എ ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 2 pi by 3 ടു പൈ 1/2 r square d തീറ്റ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഇൻ്റഗ്രൽ 2 pi by 3 ടു പൈ 1 plus 2 cos theta whole square d തീറ്റ. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 pi by 3 ടു പൈ 1 plus 4 cos theta plus 4 cos square theta d തീറ്റ. ദെൻ cos square തീറ്റയ്ക്ക് പകരം 1 plus cos 2 theta ഡിവൈഡഡ് ബൈ 2 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു 1 ഉണ്ട്. ദെൻ 4/2 എന്നുള്ളത് 2 ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ 3 ആയിരിക്കും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 pi by 3 ടു പൈ 3 plus 4 cos theta plus 2 cos 2 theta d തീറ്റ. ദെൻ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3 theta plus 4 sin theta plus sin 2 theta. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 3 pi plus 4 sin pi plus sin 2 pi minus 3 into 2 pi by 3 plus 4 sin 2 pi by 3 plus sin 4 pi by 3. ദെൻ sin pi എന്നുള്ളത് 0 ആണ്. sin 2 pi എന്നുള്ളതും 0 ആണ്. sin 2 pi by 3 എന്നുള്ളത് √3/2 ആണ്. അതുപോലെ sin 4 pi by 3 എന്നുള്ളത് -√3/2 ആണ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു 3 pi plus 0 plus 0 minus of 2 pi plus 4 into √3/2 minus √3/2. അത് സോൾവ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു പൈ -3 √3 ഡിവൈഡഡ് ബൈ 2.
അതാണ് ലിമാക്കോണിൻ്റെ സ്മോളർ ലൂപ്പിൻ്റെ ഇൻസൈഡുള്ള ഏരിയ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി കർവ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് കോസ് തീറ്റ ആൻഡ് ദി റേസ് തീറ്റ ഈക്വൽ ടു 0 ആൻഡ് തീറ്റ ഈക്വൽ ടു π/2. അതായത് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് കോസ് തീറ്റ എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫും തീറ്റ ഈക്വൽ ടു 0 തീറ്റ ഈക്വൽ ടു π/2 എന്നുള്ള ലൈൻസും ബൗണ്ട് ചെയ്യുന്ന റീജിയൻ്റെ ഏരിയ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ബൈ ഫോർമുല വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു π/2 1/2 r² d തീറ്റ. 1/2 പുറത്തേക്ക് എടുക്കാം. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു π/2 r² എന്നുള്ളത് കോസ് തീറ്റയാണ്. സോ കോസ് തീറ്റ d തീറ്റ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 സൈൻ തീറ്റ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു സൈൻ π/2 മൈനസ് 0. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/2. അതാണ് റിക്വയർഡ് ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കെച്ച് ദി കർവ് ആർ ഈക്വൽ ടു 3 സൈൻ തീറ്റ ആൻഡ് ഫൈൻഡ് ദി ഏരിയ എൻക്ലോസ് ബൈ ഇറ്റ്. സോ ആർ ഈക്വൽ ടു 3 സൈൻ തീറ്റ എന്നുള്ള കർവ് സ്കെച്ച് ചെയ്യണം. അതിനുശേഷം അത് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി ആർ ഈക്വൽ ടു 2a സൈൻ തീറ്റ എന്നുള്ള കർവ് സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സർക്കിളായിരുന്നു. എ റേഡിയസ് ആയിട്ട് വരുന്ന 0,a സെൻറ്ററായിട്ട് വരുന്ന കാർട്ടീഷ്യൻ ഇക്വേഷനിൽ പറയുകയാണെങ്കിൽ 0,a സെൻറ്ററായിട്ട് വരുന്ന എ റേഡിയസ് ആയിട്ടുള്ള സർക്കിളാണത്. സോ ആ ഒരു ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ആർ ഈക്വൽ ടു 2a സൈൻ തീറ്റ എന്നുള്ള ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2a എന്നുള്ളത് 3. സോ എ ഈക്വൽ ടു 3/2. സോ 3/2 റേഡിയസ് ആയിട്ട് വരുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ 0,3/2 സെൻറ്ററായിട്ട് വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷനാണ് അത്. സോ നമുക്കത് റഫായിട്ട് സ്കെച്ച് ചെയ്യാം. തീറ്റ ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആറിൻ്റെ വാല്യൂ വരുന്നത് 0 ആണ്. തീറ്റ ഈക്വൽ ടു π/6ന് കറസ്പോണ്ടിങ് ആയിട്ട് ആർ ഈക്വൽ ടു 3/2. അതുപോലെ തന്നെ π/4ന് കറസ്പോണ്ടിങ് ആയിട്ട് 3/√2. π/3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3√3 ഡിവൈഡഡ് ബൈ 2. π/2ന് കറസ്പോണ്ടിങ് ആയിട്ട് 3. 2π/3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3√3 ഡിവൈഡഡ് ബൈ 2. 3π/4ന് കറസ്പോണ്ടിങ് ആയിട്ട് 3/√2. 5π/6ന് കറസ്പോണ്ടിങ് ആയിട്ട് 3/2. പൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0. സോ ആ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് തീറ്റ ഈക്വൽ ടു 0 തൊട്ട് തീറ്റ ഈക്വൽ ടു π വരെയുള്ള വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. സോ നമുക്കിവിടെ തീറ്റയുടെ വേരിയേഷൻ 0 തൊട്ട് π വരെയാണ്. സോ റിക്വയർഡ് ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു π 1/2 r² d തീറ്റ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു π 9 sin² തീറ്റ d തീറ്റ. ദെൻ sin² തീറ്റയ്ക്ക് പകരം 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 9/2 ഇൻ്റഗ്രൽ 0 ടു π 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 d തീറ്റ. സോ വിച്ച് ഈസ് ഈക്വൽ ടു 9/4. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 2. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാനുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 9/4 ഇൻറ്റു π മൈനസ് 0 മൈനസ് 1/2 ഇൻറ്റു സൈൻ π മൈനസ് സൈൻ 0. സൈൻ π എന്നുള്ളതും 0 ആണ്, സൈൻ 0 എന്നുള്ളതും 0 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 9π/4. നമുക്കിത് വേണമെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ യൂസ് ചെയ്തിട്ട്, അതായത് πr² എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ റേഡിയസ് വരുന്നത് 3/2 ആണ്. സോ അതിൻ്റെ ഏരിയ π ഇൻറ്റു 3/2 ഹോൾ സ്ക്വയർ, അതായത് π ഇൻറ്റു 9/4. സോ 9π/4 തന്നെയാണ്. സോ അതൊന്ന് വെരിഫൈ ചെയ്തൊന്ന് മാത്രം, ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം.